Hi dears, this is Happy, first year BTech student at NIT Calicut. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ഡൗട്ടുമായിട്ടാണ്. അതായത് സർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവിങ് സ്കില്ല് ബ്രാക്കറ്റിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ സോൾവിങ് സ്കില്ല് എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോ പൊതുവെയുള്ള ഒരു +1 +2 നോർമൽ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസേൺ ആണിത്. അപ്പോ എങ്ങനെ വർദ്ധിപ്പിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്സ് ആണ്. അതായത് ഇപ്പൊ JEE അല്ലെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും ഇത് ടൈം ബൗണ്ട് മാനർ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോ നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ സ്കില്ല് കൂട്ടുക. അതായത് കാൽക്കുലേഷൻസ് ഇപ്പോ നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനും ഡയറക്ട്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം മൈൻഡ് ഉപയോഗിച്ചിട്ട് ഇപ്പോ ലൈക്ക് ഒരു 1500 × 9. അപ്പൊ 1500 × 10 15,000 എന്നറിയാം. അപ്പൊ 15,000 മൈനസ് 1500 അതാണല്ലോ 1500 × 9 എന്ന് പറയുന്നത്. ആ ഒരു രീതിക്ക് മാക്സിമം ഫസ്റ്റ് ഇനീഷ്യലി ഇത് ഭയങ്കര ടഫ് ആയിരിക്കും. പക്ഷേ ഡേ ബൈ ഡേ നമുക്ക് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്ത് അങ്ങനെ ഓരോ ഡിവിഷനും കാര്യങ്ങളും ഒക്കെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര അടിപൊളിയായിരിക്കും. പിന്നെ മറ്റൊന്ന് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ സ്റ്റെപ്സുകൾ കുറക്കുക. അതുപോലെ നമുക്ക് ഓപ്ഷൻ ഇപ്പൊ ഒരു ചില ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ആൻസറിലേക്ക് എത്തുമ്പോൾ ലാസ്റ്റ് വരിക എന്താണെന്ന് വെച്ചാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻസർ. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ -b + or -√b² - 4ac all 2 എന്ന് എടുക്കുമ്പോൾ അത് എന്താ പറയാ നമുക്ക് ചെയ്താൽ കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ ഇറ്റ് ഷുഡ് ടേക്ക് സം ടൈം, കുറച്ച് സമയം നമ്മളെ പോകും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യുക, ഈ ആൻസർ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ ഇക്വേഷനിലേക്ക് ഈ ഓപ്ഷനിലുള്ള ആൻസറുകൾ എടുത്തിട്ട് നോക്കിയാൽ മതി. ചിലപ്പോൾ ഓരോ ഓപ്ഷനേ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാം. അതുപോലെ ഓപ്ഷൻസ് വെച്ച് എലിമിനേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം നമുക്കൊരു അത് ഡേ ബൈ ഡേ നമ്മൾ ഓരോ ദിവസവും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡേ ബൈ ഡേ ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഓരോ ദിവസമായിട്ട് പയ്യെ നമ്മൾ മാത്തമാറ്റിക്കൽ സ്കില്ല് കൂട്ടുന്നു, കാര്യങ്ങൾ കൂട്ടുന്നു. അങ്ങനെ ഡേ ബൈ ഡേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് നിർബന്ധമായിട്ടും ഇനിയും 3 മാസമുണ്ട് JEE മെയിൻസ് ഫസ്റ്റ് സെഷന്, 6 മാസത്തിന്റെ മുകളിലുണ്ട് സെക്കൻഡ് സെഷൻ. അപ്പം ഫസ്റ്റ് സെഷൻ ആകുമ്പോൾ തന്നെ നിർബന്ധമായിട്ടും നമ്മൾ ഈ ഒരു സ്മോൾ സ്റ്റെപ്പ്, അതായത് അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ പറയുന്നത് പോലെ ഒരു 1% ഇമ്പ്രൂവ്മെന്റ് ഡെയിലി നമ്മൾ ചെയ്താൽ തന്നെ ഈ 100 ഡേയ്സ് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 100% ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. സോ അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.